അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. ഹദീസ് പഠനം കുട്ടികളും നോമ്പും. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. വസ്സലാത്തു വസ്സലാമു അലാ റസൂലിഹിൽ അമീൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അൻ റബിയ ബിൻത് മുഅവ്വിദ് ബിൻ അഫ്ര റളിയല്ലാഹു അൻഹാ ഖാലത് അർസല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഗദാത ആശൂറ ഇലാ ഖുറൽ അൻസാർ അല്ലത്തി ഹൗലൽ മദീന മൻ കാന അസ്ബഹ സ്വായിമൻ ഫല്യുത്തിമ്മ സൗമ വമൻ കാന അസ്ബഹ മുഫ്തിറൻ ഫല്യുത്തിമ്മ ബഖിയത സൗമി ഫകുന്ന ബഅദ ദാലിക നസുമുഹു വനുസവ്വിമു സുബ്യാനന അസ്ഗാർ മിൻഹും ഇൻഷാ അല്ലാഹ് വനദ്ഹബു ഇലൽ മസ്ജിദ് فنجعل لهم اللعبة من اليهن فإذا بكى أحدهم على الطعام أعطيناها إياه عند الإفطار. റബിയ ബിൻത് മുഅവ്വിദ് റളിയല്ലാഹു അൻഹ പറയുന്നു, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ആശൂറ ദിനത്തിൻ്റെ രാവിലെ അൻസാറുകളുടെ ഗ്രാമങ്ങളിലേക്ക് ആളെ അയച്ചു. മദീനയ്ക്ക് ചുറ്റുമുള്ള ഗ്രാമങ്ങളിലേക്ക്. ആർക്കെങ്കിലും നോമ്പുണ്ടെങ്കിൽ അവർ നോമ്പ് പൂർത്തിയാക്കട്ടെ. ആരെങ്കിലും നോമ്പെടുക്കാതെയാണ് നേരം പുലർന്നതെങ്കിൽ അവർ ആ ദിവസത്തിൻ്റെ ബാക്കി ഭാഗവും പൂർത്തിയാക്കട്ടെ. അതിനുശേഷം ഞങ്ങൾ ആ ദിവസം നോമ്പെടുക്കുമായിരുന്നു. ഞങ്ങളുടെ കുട്ടികളെ നോമ്പെടുപ്പിക്കുമായിരുന്നു, ചെറിയ കുട്ടികളെ. ഞങ്ങൾ പള്ളിയിലേക്ക് പോകും. എന്നിട്ട് അവർക്ക് പഞ്ഞിയുടെ കളിപ്പാട്ടങ്ങൾ ഉണ്ടാക്കും. അവരിൽ ആരെങ്കിലും ഭക്ഷണത്തിന് കരഞ്ഞാൽ ഞങ്ങൾ അവർക്ക് ആ കളിപ്പാട്ടങ്ങൾ നൽകുകയാണ് ചെയ്തിരുന്നത്. നോമ്പ് തുറക്കുവോളം അവർക്ക് കളിക്കാൻ സംവിധാനം ഒരുക്കിയിരുന്നു. ഇമാം മുസ്ലിം റഹിമഹുല്ലയും ഇമാം ബുഖാരി റഹിമഹുല്ലയും ഒരുപോലെ റിപ്പോർട്ട് ചെയ്ത ഒരു ഹദീസാണ് ഇത്. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ആശൂറ മുഹറം 10 നോമ്പുമായി ബന്ധപ്പെട്ട് നോമ്പെടുക്കാൻ പറഞ്ഞ സന്ദർഭത്തിൽ സഹാബെ കിറാം, അവരിലെ വനിതകൾ നോമ്പെടുക്കുന്നതോടൊപ്പം അവരിലെ കുട്ടികളെയും നോമ്പെടുപ്പിക്കുമായിരുന്നു എന്ന് പറയുന്ന ഹദീസാണ് ഇത്. ആശൂറ നോമ്പ് ഫർള് നോമ്പല്ല. സുന്നത്ത് നോമ്പ് പോലും കുട്ടികളെ എടുപ്പിച്ച് ശീലിപ്പിച്ചിരുന്നു സ്വഹാബി വനിതകൾ. കുട്ടികൾ വിശന്ന് കരഞ്ഞാൽ അവർക്ക് കളിപ്പാട്ടം നൽകി നോമ്പ് തുറക്കുവോളം അവരുടെ ശ്രദ്ധ കളിപ്പാട്ടങ്ങളിലേക്ക് തിരിച്ച് നോമ്പ് പൂർത്തിയാക്കാൻ അവരെ പ്രേരിപ്പിച്ചിരുന്നു എന്നാണ്. ചെറിയ പ്രായത്തിൽ തന്നെ കുട്ടികളെ നോമ്പെടുക്കാൻ ശീലിപ്പിക്കണം എന്നതിന്, പ്രത്യേകിച്ച് കളിപ്പാട്ടം കണ്ടാൽ കരച്ചിൽ നിർത്തുന്ന കുട്ടികളെ, ആ പ്രായത്തിലുള്ള കുട്ടികളെ, കളിപ്പാട്ടത്തോട് ഏറ്റവും താല്പര്യമുള്ള കുട്ടികളെ, അവരെ ആ പ്രായം മുതൽ തന്നെ നോമ്പെടുത്ത് ശീലിപ്പിക്കുകയും അങ്ങനെ അവർക്ക് വിശക്കുന്ന സമയത്ത്, അവർ കരയുന്ന സമയത്ത് കളിപ്പാട്ടങ്ങൾ നൽകി ആ കളിപ്പാട്ടങ്ങളിലേക്ക് അവരുടെ ശ്രദ്ധ കേന്ദ്രീകരിപ്പിച്ച് നോമ്പിൻ്റെ വിശപ്പ് അവരെ മറപ്പിച്ച് അവരെ നോമ്പ് പൂർത്തിയാക്കാൻ പ്രേരണ നൽകുകയും സഹായം നൽകുകയും ചെയ്യുമായിരുന്നു. ഇക്കാലത്ത് കുട്ടികൾ പൊതുവെ നോമ്പെടുക്കാൻ താല്പര്യമുള്ളവരാണ്. കടുത്ത വേനലിലും വല്ലാത്ത ദാഹത്തിൻ്റെ അവശതയും വിവശതയും ഉണ്ടാകുമ്പോഴുമൊക്കെ അവർക്ക് പ്രയാസങ്ങൾ വരാതെ നോക്കിക്കൊണ്ട് അത്താഴ സമയത്ത് കൂടുതൽ വെള്ളം കുടിപ്പിച്ചും ഫ്രൂട്ട്സ് നൽകിയും ജലാംശമുള്ള വിഭവങ്ങൾ അവരിലേക്ക് എത്തിച്ചും വളരെ ആരോഗ്യദായകമായ നല്ല വിഭവങ്ങൾ നൽകിയുമൊക്കെ ഏറ്റവും നല്ല രൂപത്തിൽ അത്താഴം പൂർത്തിയാക്കി നോമ്പെടുക്കാൻ അവരെ പ്രേരിപ്പിക്കുകയും നോമ്പ് മുറിക്കണമെന്ന് പറയുന്ന സന്ദർഭത്തിൽ, വിശന്ന് കരയുന്ന സന്ദർഭത്തിൽ അവരുടെ ശ്രദ്ധ തിരിക്കുന്ന രൂപത്തിലുള്ള കളിപ്പാട്ടങ്ങൾ നൽകി അവരെ കളിക്കാൻ വിടുകയും അതുവഴി നോമ്പിൻ്റെ അവശത അവർ മറക്കുകയും നോമ്പ് പൂർത്തിയാക്കുകയും ചെയ്യുന്ന അവസ്ഥ സഹാബെ കിറാമിൻ്റെ കാലത്ത് വനിതകൾ ചെയ്തിരുന്ന അതേ അവസ്ഥയാണ് ഇന്നും ഉണ്ടാവേണ്ടത്. അള്ളാഹുവിന് വേണ്ടിയേറെ സഹിക്കാനും ത്യജിക്കാനും തയ്യാറാകുന്ന വളരെ പ്രധാനപ്പെട്ട ഇബാദത്താണ് നോമ്പ് എന്ന നിലക്ക് അത് കുട്ടികളെ ശീലിപ്പിക്കുമ്പോൾ തന്നെ നോമ്പെടുക്കുന്ന കുട്ടികൾ നമസ്കരിക്കാത്ത അവസ്ഥ, റമദാനിൽ നോമ്പെടുത്ത കുട്ടികൾ റമദാൻ കഴിഞ്ഞാൽ നോമ്പിൻ്റെ അവശതയോ വിവശതയോ ഒന്നുമില്ലാത്ത, കുറച്ച് സമയം മാത്രം ആവശ്യമുള്ള നമസ്കാരം തുടരാത്ത അവസ്ഥ, അതൊന്നുമില്ലാതെ ശ്രദ്ധിക്കണം. മോനെ, മോളെ, നീ നോമ്പെടുത്ത കുട്ടിയാണ്.
നിന്നെ സംബന്ധിച്ചിടത്തോളം മണിക്കൂറുകൾ റബ്ബിന് വേണ്ടി പട്ടിണി കിടക്കാൻ നിനക്ക് സാധിച്ചുവെങ്കിൽ ഏതാനും മിനിറ്റുകൾ നിനക്ക് നമസ്കരിക്കാൻ സാധിക്കുമെന്ന് പറഞ്ഞ് റമളാന്റെ തണലിൽ, റമളാന്റെ വെളിച്ചത്തിൽ ശിഷ്ടകാലം ജീവിക്കാൻ കഴിയും വിധം റമളാൻ അവരെ സ്വാധീനിക്കണം. പട്ടിണി കിടക്കാനും അതിനുവേണ്ടി മണിക്കൂറുകൾ ചെലവഴിക്കാനും തയ്യാറാണ്, പക്ഷേ മിനിറ്റുകൾ നമസ്കരിക്കാൻ തയ്യാറില്ല എന്ന അർത്ഥത്തിൽ വരാൻ പാടില്ല. നോമ്പെന്ന ഫർള് ഇങ്ങനെയൊക്കെ ശീലിപ്പിക്കുന്നത് പോലെ തന്നെ നമസ്കാരം എന്ന ഫർളും അവരെ ഗൗരവത്തിൽ ശീലിപ്പിക്കണം. അതിലൊരു വീഴ്ചയും വരാതെ നോക്കണം. അങ്ങനെ നോമ്പെടുക്കുന്ന കുട്ടികൾ മറ്റു ഇബാദത്തുകളിലും അതുവഴി പരിശീലനം കിട്ടുന്ന വിധം, മറ്റു ഇബാദത്തുകളിലും ചിട്ട ഉണ്ടാക്കുന്ന വിധം വലിയ ജീവിതമാറ്റം അതിലൂടെ അവർക്കുണ്ടാവണം. അങ്ങനെ ഉണ്ടാക്കിയെടുക്കണം. അല്ലാഹു സുബ്ഹാനഹു വ തആല അനുഗ്രഹിക്കുമാറാവട്ടെ.